This video is sponsored by Car Care. ദാണ്ടെ ഇതാണ് ജാഗ്വാറിന്റെ പഴയ ലോഗോ. ഇതാണ് യവന്മാർ റീബ്രാൻഡ് ചെയ്ത ഇപ്പോഴത്തെ ലോഗോ. ഈ രണ്ട് ലോഗോയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നിയൊരു കേസ് ഞാൻ അതുപോലെ തന്നെ പറയാം. ഇതൊരുമാതിരി മറ്റേ റെഡിയാക്കി. ഇതിനി യവന്മാരുടെ ബിസിനസ് സ്ട്രാറ്റജി ആണെന്നോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റടുത്ത പരിപാടി തന്നെ ആയിപ്പോയി. ഈ ഒരു ലോഗോ എന്തായാലും ഒരു ലക്ഷറി കാർ കമ്പനിക്ക് പറ്റിയ ലോഗോ ഒന്നുമല്ല. ജാഗ്വാർ പോലെ ഒരു സാനിറ്ററി വെയർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയും അല്ലേ പോട്ടൊരു ബ്യൂട്ടി പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയും ആയിരുന്നെങ്കിൽ ഈ ലോഗോ മാച്ച് ആയാണ്. അതെല്ലാം പോട്ട് പണ്ട് ഒരു ഒറിജിനൽ ജാഗ്വാറിന്റെ സൗണ്ടിന് മാച്ച് ആവണ പോലത്തെ രീതിയിലുള്ള എക്സോസ് നോട്ടുള്ള കാർ പ്രൊഡ്യൂസ് ചെയ്ത് ഗത്ത് കാണിച്ച ടീമാണ് ഇത്. ഇന്ന് ഇങ്ങനൊക്കെ കാണിച്ചു വെച്ചേക്കണം. ഡിസൈൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജാഗ്വാർ മാത്രമല്ല, ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൽ ഇറക്കിയ മിക്ക ഈവികളും സമ്പൂർണ്ണ പരാജയമാണ്, പറയാതിരിക്കാൻ വയ്യ. ഇനി ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ഭാവിയിൽ EV വെർഷൻസിൽ കൊണ്ടുവരാനായിട്ടായിരിക്കും നിസാൻ GT-R, ഔഡി R8 ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. 2024 അവസാനമായപ്പോഴേക്കും ഒരുപാട് നല്ല സൂപ്പർ കാറുകളാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തത്. ബുഗാട്ടി ഷിറോ, ഷെവർലെ കമാറോ, ജാഗ്വാർ F-Type, ഫെറാറി F8 സ്പൈഡർ, ഫെറാറി 812 GTS, നിസാൻ GT-R R35 ഒക്കെ ഇതിൽപ്പെടും. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും പ്രൊഡക്ഷനും ഒക്കെ ഒരുപാട് അധിക ചിലവുള്ളതുകൊണ്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗ്ലോബൽ എമിഷൻസ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടാണ് ഈ മോഡലുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതെന്നാണ് യവന്മാർ, ഈ കാർ കമ്പനികളെല്ലാവരും അവകാശപ്പെടണം. ഇനി കാറുകളുടെ എല്ലാം EV മോഡൽ ഇറക്കുമ്പം എന്തായി തീരുമെന്ന് കണ്ടറിയണം. മസ്റ്റാങ്ങിൻ്റെ EV വെർഷനായ മാക്കി ഇറക്കിയപ്പോൾ ഫോർഡ് വിചാരിച്ച രീതിയിൽ ആളുകൾ ഏറ്റെടുക്കാഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇനി ഒരു സൈഡിൽ ഈ കാർ കമ്പനികളെല്ലാം ഈ കമ്പസ്റ്റൻ എൻജിൻസ് ഇങ്ങനെ EVയിലോട്ട് മാറ്റുമ്പോഴും സൂപ്പർ കാർ സെഗ്മെൻറ്റിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളെ ടൊയോട്ടയും ഫോർഡും പോർഷയൊക്കെ. 2026 നടക്കണ ഓസ്ട്രേലിയൻ സൂപ്പർ കാർ ചാമ്പ്യൻഷിപ്പിലേക്ക് V8 സുപ്ര ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ടൊയോട്ട. ലെക്സസ് LC500 RCF മോഡലുകളിൽ ഉപയോഗിച്ചിരുന്ന സെയിം 5 ലിറ്റർ V8 എഞ്ചിൻ തന്നെയാണ് ഈ സുപ്രയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ടൊയോട്ട സുപ്രയ്ക്ക് ഒരു V8 എഞ്ചിൻ പിടിപ്പിക്കാൻ പോകണമെന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഈ കാറിനുണ്ട്. 2024 ടൈക്കാൻ EVയുടെ സെയിൽസ് ഡ്രോപ്പ് ആയപ്പോൾ മുതൽ പോർഷയ്ക്ക് ഇനി EV മോഡലുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് 2025 $831 മില്യൺ ബഡ്ജറ്റിൽ അവരുടെ കമ്പഷൻ എൻജിൻസിൻ്റെയും ഹൈബ്രിഡ് എൻജിൻ്റെയും ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് പോർഷ. ഇനി ഫോർഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഐക്കോണിക് മസ്റ്റാങ് മാക്കി എന്നും പറഞ്ഞ് ഇറക്കിയതിൻ്റെ ക്ഷീണം കുറയ്ക്കാനുള്ള പ്ലാനിലാണ് അവർ. ഓൾ ഇലക്ട്രിക് മസ്റ്റാങ് ഇനി പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നൊക്കെ ഫോർഡ് പ്രസിഡൻ്റായ ജിം ഫാർലെ തന്നെ അടുത്തിടയ്ക്ക് അനൗൺസ് ചെയ്തിരുന്നു. എന്നാൽ മറ്റുള്ള കാറിൻ്റെ ഒക്കെ EV പ്രൊഡക്ഷൻസ് അവർ കുറയ്ക്കൂല കേട്ടാ. പക്ഷേ ഇനി ഒരിക്കലും ഐക്കോണിക് മോഡൽസിനെ EV ആക്കൂല എന്നൊക്കെയാണ് പറയണത്. എങ്ങനെയൊക്കെയാണെന്ന് കണ്ടറിയാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ചിലർക്ക് ഈ കമ്പഷൻ എൻജിൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അത് വണ്ടിയുടെ ഒരു മെക്കാനിക്കൽ പാർട്ടായിട്ട് മാത്രം തോന്നും. പക്ഷെ ഈ വണ്ടികളെയൊക്കെ അടുത്ത് സ്നേഹിക്കുന്നവർക്കും അത് വെറും ഒരു മെക്കാനിക്കൽ പാർട്ടല്ല, വണ്ടികളുടെയൊക്കെ ഹൃദയമായിട്ട് കാണാൻ നോക്കും. ഇനിയുള്ള നാളിലൊക്കെ ഈ തീയും പുകയൊക്കെ വരുന്ന കമ്പഷൻ എൻജിൻസൊക്കെ കാണാൻ പറ്റാണ്ട് ചരിത്രമാകുമെങ്കിൽ ഈ എൻജിൻസിനൊന്നും ഒരു കാലത്തും ഒരു EVക്കും പകരം വെക്കാൻ കഴിയില്ല. EVകളെല്ലാം മോശമാണെന്നൊന്നും ഞാൻ പറയരുതേ. പണി അറിയാവുന്നവന്മാർ പണിഞ്ഞെടുത്തിട്ടുള്ള നല്ല EVകൾ കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഉണ്ടാവും. ടാറ്റ നെക്സ, മഹീന്ദ്ര B60, ഹ്യുണ്ടായി അയോണിക്, കിയ EV6, ഓഡി e-tron GT, റിമാക് നെവേറ, നിയോ EP9 ഒക്കെ ഏതൊരു വണ്ടി ഭ്രാന്തനും ഇഷ്ടപ്പെടുന്ന മുതലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ് കേട്ടോ. ഇതിനൊക്കെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ അല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇനിയും ഇതുപോലുള്ള കോണ്ടന്റിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കും. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ഡോണ്ട് മിസ് ദ ചെക്ക് എഞ്ചിൻ ജേർണി.
നമ്മുടെ കാർ എന്നെന്നും ഷോറൂം ഫിനിഷിംഗിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കാർ കെയർ ഇസ് യുവർ ബെസ്റ്റ് ചോയ്സ്. 22 വർഷത്തിലധികമായി കാർ ഡീറ്റെയിലിംഗ് രംഗത്തെ ബെസ്റ്റ് കാർ ഡീറ്റെയിലേഴ്സ് ആണ് കാർ കെയർ. ഓൾസോ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസും കാർ കെയറിൽ അവൈലബിൾ ആണ്. സോ ഡോണ്ട് വെയിറ്റ്, പ്ലീസ് ചെക്ക് ഔട്ട് കാർ കെയർ, ദ കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ.